അവരെന്തിയേ? അവരിതേ എങ്ങാണ്ട് പോകാനൊരുങ്ങുന്നു മോളെ. എന്താ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്തോ പ്ലാനെന്ന് ചോദിച്ചാ പെങ്കൊച്ചിന് പഠിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കല്യാണത്തിന് മുന്നേ പറഞ്ഞാന്നല്ലോ പഠിക്കാനൊക്കെ വിടാന്ന്. അപ്പം പിന്നെ പഠിക്കാൻ പോട്ടെ, ഏതാണ്ട് കോച്ചിങ്ങോ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെന്ന് പറയും. അമ്മേ, ഞാൻ അണ്ണൻ്റെ സമാധാനമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി പറയുക. അവൾക്ക് 23 വയസ്സും അണ്ണന് 33 വയസ്സുവാ. അവളെ ഇങ്ങനെ അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവൾ വല്ലോടവും പോയി വല്ലവൻ്റെയും കൂടെ കയറി പോവും. അതിലും നല്ലത് ഒരു കുഞ്ഞായിട്ട് ജീവിക്കാൻ പറ. ഒരു കുഞ്ഞൊക്കെ ആയി അടക്കം ഒതുക്കമായിട്ട് വീട്ടിനകത്ത് ഇരുന്ന് ജീവിക്കാൻ പറ. പുറത്തോട്ട് ഇറക്കിയ തീർന്ന്. കല്യാണം കഴിഞ്ഞാൽ ബോൾ നമ്മുടെ കോട്ടില്ല. നമ്മൾ വിചാരിക്കുന്നിടത്തോട്ട് തട്ടിക്കണം, മനസ്സിലായോ? എപ്പോഴും ഞാൻ ഇങ്ങനെ വിളിച്ച് ഉപദേശം തരണമെന്നില്ല. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ശരി, നോക്കിയും കണ്ടും ചെയ്. എൻ്റെ മോള് സമയത്തിന് വിളിച്ച് ഉപദേശിക്കുന്നത് നല്ല കാര്യം അല്ലേ. ഞാൻ ഈ പൊട്ടത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് അവസാനം ജയിലിൽ പോകാൻ എനിക്ക് വയ്യ. എവിടെ പോന്ന്? പറഞ്ഞാണല്ലോ പുറത്തു പോകുന്ന കാര്യം. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി വിശേഷം വല്ലതും ആയോ എന്ന്. വിശേഷമാണല്ലോ മൂത്തമ്മൻ്റെ കല്യാണം കഴിഞ്ഞത്. ആ വിശേഷമല്ല, നിനക്ക് പറഞ്ഞ മനസ്സിലായടാ. അമ്മ, ഞാൻ പറഞ്ഞതല്ലേ ആൾറെഡി, എനിക്ക് പഠിക്കാൻ പോകണം. അപ്പം അതിൻ്റെ ഇടയിൽ പ്രസവവും കുഞ്ഞും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പഠിക്കാൻ പോകുന്നതിനിപ്പം ഒരു കൊച്ചിനെ പറ്റി തന്നിട്ട് പഠിക്കാൻ പോകുന്നതിനിപ്പം എന്തോ പ്രശ്നം? ഒരു കുഞ്ഞുണ്ടെങ്കിലേ ആ ഒരു ബന്ധത്തിനൊരു ദൃഢത വരുത്തുള്ളൂ, മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ കളിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്ന് തോന്നുന്ന സമയം കുഞ്ഞുങ്ങളൊന്നും ആവത്തും ഇല്ലല്ലോ. പറഞ്ഞ മനസ്സിലായോ? നീ എന്തോ മിണ്ടാത്തെ? ലോകത്തുള്ള സകലമായ ചെറുക്കന്മാരും കല്യാണം കഴിഞ്ഞാൽ ഊമയാവുക. അമ്മ പറഞ്ഞ കേട്ടല്ലോ. എനിക്ക് പഠിക്കാൻ പോകണം, അത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണല്ലോ. അമ്മ നോക്കിക്കോളൂ ഒന്ന്. പെറ്റിങ്ങി തന്നാ മതി, ഞാൻ വളർത്തിക്കോളാം. ആരാരോ ആരിരാരോ അമ്മയുടെ മോൻ. ആരാരോ ആരിരാരോ അമ്മയുടെ മോൻ. ആരാരോ ആരാരോ ആരിരാരോ അമ്മയുടെ മോൻ. ആരാരോ ആരാരോ ആരിരാരോ അമ്മയുടെ മോൻ. ആരാരോ. ഒരു കൊച്ചിനെ ഉറക്കുന്ന താരാട്ടുപാട്ടാണ് ഈ കേൾക്കുന്നത്. അത് കേട്ടാ ആ കൊച്ചിന് വല്ല സ്ട്രോക്കും വന്ന് ചത്തുപോവും. മയത്തി പാടുവച്ചേ. ദേ ആരാരോ ആരേരാരോ അമ്മയുടെ പൊന്നു മോനെ വാവേ വാവോ, അങ്ങനെ പാടങ്ങോട്ട്. അമ്മ ഇന്നലെ എപ്പോഴാ അമ്മ ഉറങ്ങിയേ? ഞാൻ ഇന്നലെ രാത്രി 9 മണിയായപ്പോൾ ഉറങ്ങി. അമ്മ എപ്പോ എണീറ്റത്? രാവിലെ 6 മണിയായപ്പോൾ എണീറ്റ്. ഒരു 7-8-9 മണിക്കൂർ സുഖം ഉറക്കമല്ലേ? അമ്മയ്ക്കൊരു 8-9 മണിക്കൂർ ഉറങ്ങണം മോളെ. ഞാൻ ഇന്നലെ രാത്രി 20 മിനിറ്റാ വന്ന് ഉറങ്ങിയത്. ഈ പെണ്ണിനെ ഞാൻ കിടത്തി അങ്ങോട്ട് ഉറക്കുമ്പം അപ്പ ചാടി എണീക്കും പാല് കുടിക്കാൻ. ഒരു ദിവസം 10 മിനിറ്റ് പോലും ഉറക്കം കിട്ടാതെ എനിക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും പിടിച്ച് കടിക്കാനുള്ള ദേഷ്യമാ തോന്നുന്നത്. എൻ്റെ മുന്നിൽ വരരുത്. എന്നാ പിന്നെ കുഞ്ഞിനെ ഉറക്കിയിട്ടേ മോള് കുറച്ചു നേരം കിടന്ന് ഉറങ്ങ്. ഇച്ചിരി റെസ്റ്റ് എടുക്കുമ്പോൾ ആ മൂടങ്ങ് മാറും കേട്ടോ. മക്കൾ കിടന്ന് ഉറങ്ങേ. എന്തേലും വേണേ അമ്മയെ വിളിച്ചാൽ മതി കേട്ടോ. ആരാരോ ആരിരാരോ. അയ്യോ, ജോലിയാന്നോ? ചെടി നനയാന്നോ? വാ. കൊച്ചിനെ കാണാൻ വന്നയാന്നോ? കൊച്ചിനെ കാണാൻ വന്നതാ. അയ്യോ, ആകെ അങ്ങ് കോലം കെട്ടല്ലോ. പ്രസവെടുപ്പ് കാരണമാണോ? തളർന്നേ. ആ കൊച്ച് പകല് മൊത്തം കരച്ചില്ല. അതുകൊണ്ട് അടുക്കളപ്പണിയും മുറ്റത്തപ്പണിയും കൊച്ചിന്റെ പണിയും എല്ലാം കൂടി ചെയ്ത് ഞാനങ്ങ് തകർന്നു പോവുക. കൊച്ചുങ്ങളെ ഇവളുമാർ ഉറക്കത്തില്ല. ഇവളുമാരുടെ അടവല്ലേ. പകല് മൊത്തം കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ചോണ്ട് ഒരുത്തി അവിടെയും നിപ്പുണ്ട്. അപ്പൊ എന്തുവാ, അടുക്കളയിൽ കയറണ്ട, കൊച്ചിനെ എടുത്തോണ്ടിരുന്നാ മതിയല്ലോ. അടവുകാരികൾ. എന്തോ ഞാൻ അടവും കാണിച്ചിരിക്കട്ടെ. പിന്നെ എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ, നോക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങ് ഇടുക്കിയിലായോണ്ട് എൻ്റെ കുഞ്ഞ് അവിടെ കിടന്ന് കഷ്ടപ്പെടുക. എനിക്കൊരു കൈസഹായം ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ പേറും അതും ഇതും എല്ലാം ആ അമ്മായിയമ്മ തള്ള നോക്കിയില്ല. ഞാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തി നോക്കിയത്. ഈ കൊച്ച് അവിടെ കിടന്ന് നരയിക്കുക. അടുത്തെങ്ങാണ് വരുന്ന അതിന് ഇങ്ങോട്ട് ഓടി വന്നൊന്ന് നിൽക്കാമായിരുന്നല്ലോ. അല്ലേ എനിക്ക് ഓടി അങ്ങോട്ട് പോകാമായിരുന്നല്ലോ.
കുഞ്ഞിപ്പോഴും വിളിച്ച് സങ്കടം പറഞ്ഞ് വെച്ചത്. ഇവളുമാർക്കൊക്കെ അതിന്റെ വല്ല വിലയറിയോ? നമ്മളെപ്പോലുള്ള നല്ല അമ്മായിയമ്മമാരെ കിട്ടിയോണ്ടില്ലേ സൂചിച്ചിങ്ങനെ മലർന്ന് കിടക്കുന്നത്. അതാ കൊച്ചിനെ ഉറക്കുവാന്നും പറഞ്ഞ എപ്പോൾ കയറിയതാ. അതിനെ ഒന്നും ഉറക്കത്തൊന്നുമില്ല. അവളെ ഉണർത്തിയിട്ടേക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറണ്ടായോ? കൊച്ചുറങ്ങിയാലും കൂടെ പോയി കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. എന്നാ പിന്നെ തള്ളച്ചിക്ക് കൊണ്ടുപോയി കൂടായോ? പിന്നെ നമ്മുടെ മോൻ്റെ കുഞ്ഞല്ലേ, ഞാനങ്ങ് നോക്കാമെന്ന് പറഞ്ഞു പോയി. എൻ്റെ മനസ്സ് നിനക്കറിയാല്ലേ. എന്നേ വാ കുഞ്ഞിനെ കാണാം. ഉറക്കമാണല്ലോ. ആരെങ്കിലും കാണാൻ വരുമ്പോൾ ഉറങ്ങും. അവർ പോയി കഴിയുമ്പോൾ ഉണരും. ഭയങ്കര ബുദ്ധിയാണ് ഇപ്പോഴേ. സുഖമാണോ? വേദനയുണ്ടോ? സ്റ്റിച്ചിൻ്റെ ഒക്കെ വേദനയുണ്ടോ? എന്തോ പറയാനാ, സുഖപ്രസവം നടന്നായിരുന്നു ഈ അവസ്ഥ വരുമായിരുന്നോ? ഞാനൊരു 1000 വട്ടം പറഞ്ഞതാ കുനിഞ്ഞു നിവർന്നു എന്തേലും ചെയ്യ്, കുനിഞ്ഞു തൂക്ക്, മുറ്റം അടിക്ക്. വടി പോലെ ഇങ്ങ് നടക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ കിടക്കേണ്ടി വരും. അല്ലമ്മേ നാത്തൂൻ ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നോ? അയ്യോ, അവള് പറയുന്ന നടക്കൊന്നുമല്ല, ഈ ജോലിയൊന്നും അല്ല ചെയ്യുന്നത്. അവള് കാലത്ത് രാവിലെ 4 മണിക്ക് എണീറ്റ് പുരപ്പുറം മൊത്തവും തൂത്ത്, പിന്നെ പാത്രം എല്ലാം കഴുകി കുനിഞ്ഞു നിവർന്നും ലോകത്തുള്ള എല്ലാ പണിയും, ഗർഭിണിയായിരുന്നപ്പോഴും എല്ലാ പണിയും ചെയ്യുമായിരുന്നു. എന്നിട്ട് നാത്തൂന്റെ പ്രസവം സിസേറിയൻ ആയിരുന്നല്ലോ, പണി ചെയ്തിട്ട്. അത് അവളുടെ വിധി. അത് വിധി. ഇത് പണിയെടുക്കാത്തത് കൊണ്ട് സംഭവിച്ചത്. എൻ്റെ പൊന്നി ചേച്ചി, പൊസിഷൻ മാറിയതാ. ഡോക്ടർ പറഞ്ഞത് പൊസിഷൻ ശരിയായിട്ടല്ലാന്നാ. പൊസിഷൻ മാറുന്നത് എന്താ? പൊസിഷൻ മാറുന്നത് എന്തുകൊണ്ടാ? അത് കറക്റ്റായിട്ട് പണിയെടുത്താലേ. നമ്മൾ പണ്ടൊക്കെ ഉള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരലയിൽ ഇടിക്കുകയും അരയ്ക്കുകയൊക്കെ ചെയ്യുമ്പം ഈ കൊച്ചി വയറ്റിന്ന് താപ്പോട്ട് വരുമായിരുന്നു. ഇപ്പൊ എന്തുവാ, കൊച്ചിങ്ങനെ മലർന്ന് കിടക്കുമല്ലേ എപ്പോഴും. അപ്പൊ കൊച്ചൊരു പൊസിഷനിൽ അങ്ങ് ഇരുന്ന് ഈ പ്രസവം നടക്കേണ്ട പൊസിഷനിൽ വന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കിടക്കേണ്ടി വന്നു. നമ്മൾ എന്തേലും പറയുമ്പോ പിടിക്കത്തില്ല. അമ്മ ഡോക്ടർ MBBS ആ. ഡോക്ടർ MBBS ആണ്. നമ്മളെ കളിയാക്കുന്നു. മോടെ കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഹലോ, അവിടെ പുതിയ വിശേഷം എന്തെങ്കിലും ഉണ്ടോ അമ്മേ? അവിടെ അമ്മച്ചി വന്നിട്ടുണ്ട്. അവിടെ അമ്മച്ചി വന്നോ? കൊണ്ടുപോകാനുള്ള മട്ടിലാ വന്നേ. കാറും ഒക്കെ വിളിച്ചാ വന്നത്. ഒരിക്കലും കൊച്ചിനെ പറഞ്ഞു വിടല്ലേ. ഒരിക്കലും അവളെയും കൊച്ചിനെയും വിടരുത്. വിട്ട് കഴിഞ്ഞാൽ കൊച്ചിനെ അവരങ്ങ് വശീകരിച്ചെടുക്കും. പിന്നെ നമ്മുടെ അടുത്ത് സ്നേഹം കാണത്തില്ല. കൊണ്ടുപോകത്തില്ല. നീ പറഞ്ഞ കണക്കേ ഞാൻ ചെയ്യത്തോളൂ. നമ്മുടെ കുഞ്ഞിനെ ഇപ്പം മനസ്സിൽ പതിയുന്നതാ. വല്ലോടെയൊക്കെ വീട്ടിൽ കൊണ്ട് 2-3 മാസം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അച്ചമ്മയെന്നോ അപ്പച്ചിയെന്നോ സ്നേഹം കാണുമോ? ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ചെയ്തോളണം കേട്ടോ. നീ പറയുന്ന കണക്കാ മോളെ, നീ പറയുന്ന കണക്കേ കാര്യങ്ങൾ പോത്തോളൂ. ശരി. അമ്മ എന്നെ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകത്തില്ലേ അമ്മേ? അല്ല, ഞാൻ നോക്കിക്കോളാം. ഒരു കുഴപ്പമില്ല. ഇല്ല. അപ്പൊ ഞാൻ കൊണ്ടുപോകാമെന്നായിരുന്നു മോളെ. അല്ല, അത് വേണ്ട. എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോകും, ഞാൻ നോക്കിക്കോളാം. മരുന്ന് എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ധൈര്യമായിട്ട് പോകും. ശരി എന്നാ. ഉറക്കവാ ഉണത്തണ്ട, പൊയ്ക്കോ. അവര് പറയുന്ന കേക്ക്, അവരെ വെറുപ്പിക്കണ്ട. അമ്മ എന്നെ കൊണ്ടുപോകുന്നില്ലേ നോക്കാൻ? പറയുന്ന കേക്കണ്ടായോ മോളെ? വെറുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പോയിട്ട് അടുത്ത ആഴ്ച വരാം കേട്ടോ. ഇതെന്തോടി കൊച്ചേ? അത് സ്നഗ്ഗി അമ്മേ, കൊച്ചിന് മൂത്രം ഒഴിക്കുന്നതിനും അപ്പിയിടുന്നതിനും വെക്കുന്നത്. നസ്കിയോ? അയ്യോ, ഇതാന്ന് ഈ കൊച്ചിന്റെ ചന്തി വെച്ച് കൊടുക്കുന്നേ ഈ കനത്തിന്. ഇതൊന്നും വെക്കണ്ട കേട്ടോ. ഇത് വെക്കണ്ട, തുണി വെച്ചാ മതി. ഈ കൊച്ചിനെ ഉറക്കിയിട്ട് പിന്നെ തുണിയൊക്കെ വെച്ചാൽ ഇതെല്ലാവരും ആര് കഴുവാനാ? ഞാൻ കഴുവാം. അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാൻ? ആ കൊച്ചിന്റെ ചന്തി ചുമന്നിരിക്കുന്നു. അയ്യോ, എന്റെ ചന്തിക്ക് വല്ല അസുഖവും വരും. വേണ്ട, ഇത് വെക്കണ്ട. ഈ തുണി, ആ വെള്ള തുണി, ആ മുണ്ട് മടക്കി വെച്ചേക്കുന്നല്ല, അത് കീറി അതെടുത്ത് ഓരോന്ന് വെക്കും. എന്നിട്ട് ആ ബക്കറ്റ് ഞാൻ കൊണ്ട് വെച്ചാൽ ആ ബക്കറ്റിനകത്ത് ഇട്ടാ മതി. ഞാൻ കഴുകി വെച്ചോളാം, കൊച്ചിനെ കൊല്ലാതെ. ഹലോ, ആ കൊച്ചുറങ്ങി. അപ്പൊ അവളും അവിടെ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ കൂടെ. കൊച്ചുറങ്ങുമ്പം അമ്മ ഉറങ്ങുന്നോ? ഇന്നലെ രാത്രിയിലൊന്നും പെണ്ണ് ഉറങ്ങിയൊന്നുമില്ല. ആ പെണ്ണങ്ങ് വാകേറി കരച്ചിലായിരുന്നു. ഞാനും കൊച്ചിനെ പ്രസവിച്ച് വളർത്തിയതാ. എനിക്ക് ഉറങ്ങാൻ ആരും ഇല്ലായിരുന്നു സഹായത്തിന്. ഞാൻ കൊച്ചുറങ്ങുമ്പം തുണി കഴുകുമായിരുന്നു കൊച്ചിൻ്റെ. അല്ല, തുണിയൊക്കെ കഴുകിയോ അവള്? അല്ല, കൊച്ചുറങ്ങുമ്പോഴെല്ലാം ഉറങ്ങാൻ പറ്റത്തുള്ളൂ മോളെ.
അമ്മ ചെയ്തു കൊടുക്കമ്മേ, നല്ലതാ കേട്ടോ. അമ്മയുടെ അമ്മായിയമ്മ അമ്മയുടെ അടുത്ത് ഈ കലിപ്പ് മൊത്തം തീർത്തായിരുന്നോ? എന്നോട് തീർത്ത് തീർത്തോ? തീർത്ത് അമ്മയ്ക്ക് തീർക്കണ്ടേ? തീർക്കണം. അമ്മയൊരു അമ്മായിയമ്മയാണോ അതോ അമ്മയൊരു അമ്മയാണോ? അവളുടെ അമ്മായിയമ്മയാ, അല്ലാതെ അമ്മയല്ല. ഞാൻ ഇവിടെ കിടന്ന് കുറെ എൻ്റെ അമ്മായിയമ്മ എന്നെ കുറെ ഇട്ട് പെടുത്തിയതാ. ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ചാൻസാ. ഇതൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കണം. നിങ്ങൾ സമാധാനത്തിനുള്ള പുരസ്കാരം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ അങ്ങോട്ട് ചെന്ന് പറ തുണി കഴുവാൻ. കഴുകാൻ പറയാം. കൊച്ചുറങ്ങുന്ന സമയത്താ തുണി കഴുവേണ്ടത്. കൊച്ചുറങ്ങുമ്പോൾ കൂടെ കിടന്ന് ഉറങ്ങുമല്ല. അങ്ങനെ ഇട്ടങ്ങ് സൂചിപ്പിക്കാതെ. ശ്രീധരൻ കെട്ടുകണക്കിനൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇങ്ങനെ സൂചിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ആയിപ്പോ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയായി. വരെ ഞാൻ ഇവിടെ വന്നേനെ ഞാൻ. ശരി. എൻ്റെ മോള് വിളിച്ച് ഉപദേശങ്ങൾ തരുന്നോണ്ട് ഞാനൊരു അമ്മായിയമ്മയാവുന്നു. അവള് ഉറങ്ങുന്നു. രമ്യേ, ഇപ്പൊ കിടന്നിട്ട് 5 മിനിറ്റല്ലേ ആയോളമ്മേ. മതി ഉറങ്ങിയത്. ദേ അവിടെ തുണിയല്ല ഇരിക്കുന്നു, കൊച്ചിൻ്റെ മൂത്ര തുണിയല്ല ഇരിക്കുന്നു. അത് വെയിൽ തട്ടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ കൊച്ചു ഉണങ്ങിപ്പോവും. എഴുന്നേറ്റ് കഴുകാൻ നോക്ക്. ഞാൻ പറഞ്ഞു മോളെ കഴുവാൻ, കിടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ് വന്ന് തുണി കഴുകാൻ പറഞ്ഞു. എഴുന്നേറ്റൊക്കെ അവിടെ. ഇപ്പൊ വരാൻ കുറച്ച് വൈകുമായിരിക്കും. മോളിങ്ങോട്ടൊന്ന് വരാൻ നോക്കടി. എന്തോ ചെയ്യാനാ, കണ്ട അങ്ങ് ഗോകർണത്ത് കൊണ്ടുപോയി കെട്ടിച്ച് വിട്ടതാ ഞാൻ. ചുമ്മാ അല്ല തള്ളയ്ക്ക് ഇരിക്കുമ്പോൾ സ്വഭാവം മാറുന്നേ. 2-3 സ്വഭാവം കാണിക്കുന്നത് ഇതുകൊണ്ടാ. ഇവളിങ്ങനെ വിളിച്ച് ഓരോന്ന് ഉപദേശിച്ചു കൊടുത്തോണ്ടിരിക്കുവാണല്ലോ. ഇന്നത്തോടെ തീർക്കും ഞാൻ ഇവളുടെ വിളി. മോളെ, മോളെ, അമ്മയുടെ ഫോൺ ഓൺ ആവുന്നില്ലടി. അയ്യോ ഇത് കേടായമ്മേ. എന്റെ കൊച്ചിനെ ഇനി ഞാൻ എങ്ങനൊന്ന് വിളിക്കും? ഇനി പറ്റത്തില്ലമ്മേ, കേടായി. ഷോ, അയ്യോ എൻ്റെ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കാൻ ഞാനില്ലാതെ അമ്മ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്തോ എന്തോ. അമ്മേ, ഞാൻ വന്നമ്മേ. സങ്കടപ്പെട്ടിരുന്നതാ മക്കളെ. വാ രമ്യേ, മോടെ നാത്തവും വന്ന്.